ചിലപ്പോഴൊക്കെ ജീവിതം നമ്മളെ വല്ലാതെ താഴേക്ക് അമർത്താറുണ്ട്, ശ്വാസം വിടാൻ പോലും ഭാരം തോന്നുന്ന നിമിഷങ്ങൾ. ആ സമയത്ത് നിശബ്ദമായി ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം പറയും, മതി, ഇനി ഇത് നീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട, ഇത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്റെ ഏറ്റവും വലിയ ഉത്കണ്ഠകളെപ്പോലും നിന്റെ കൈകളിൽ നിന്ന് മാറ്റി പ്രപഞ്ചത്തിന്റെ ശക്തിയിൽ അലിയിച്ചു കളയാൻ സഹായിക്കുന്ന ആ ശക്തിയെ നീ പഠിക്കും. അതെ, ഒരു കാര്യം ഓർക്കുക, എപ്പോഴാണോ മനുഷ്യൻ തളരുന്നത് അപ്പോഴാണ് പ്രപഞ്ചം അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് നീ ഏതെങ്കിലും കാര്യത്തിൽ തകർന്നിരിക്കുകയാണെങ്കിലോ, ഭയന്നിരിക്കുകയാണെങ്കിലോ, വിഷമിച്ചിരിക്കുകയാണെങ്കിലോ കുറച്ചുനേരം ഒന്ന് നിൽക്കൂ. നിന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിവുള്ള സമർപ്പണത്തിന്റെ ആ ശക്തിയെ ഇന്ന് നീ കണ്ടുമുട്ടും. ഇനിയൊരു ദീർഘശ്വാസമെടുക്കൂ, എന്നിട്ട് പതുക്കെ സ്വയം പറയൂ, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം ഇന്ന് നിന്റെ എല്ലാ ആശങ്കകളും നീ പ്രപഞ്ചത്തെ ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടുന്നു? ഇനിയൊരു നിമിഷം ചിന്തിക്കൂ, നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? അല്ല, പ്രശ്നം വലുതായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് എല്ലാം നമ്മൾ തന്നെ നിയന്ത്രിക്കണം എന്ന് നമ്മുടെ മനസ്സ് കരുതുന്നതുകൊണ്ടാണ്. ഇവിടെ നിന്നാണ് ആശങ്ക തുടങ്ങുന്നത്. ആശങ്ക എന്നത് യഥാർത്ഥ പ്രശ്നമല്ല, മറിച്ച് പ്രശ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാവനകളാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും 3 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. 1, അങ്ങനെ സംഭവിച്ചാലോ? 2, അത് കൈവിട്ടുപോയാലോ? 3, എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നാലോ? ഇതോടെ മനസ്സ് ഒരു ഓവർ തിങ്കിംഗ് ലൂപ്പിൽ കുടുങ്ങിപ്പോകുന്നു. ഓവർ തിങ്കിംഗ് എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മുടെ തലച്ചോറിൽ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നൊരു ഭാഗമുണ്ട്. അതെപ്പോഴും ഏറ്റവും മോശം സാഹചര്യങ്ങളെ സങ്കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭാവനകൾ എപ്പോഴാണ് ഭയമായും ഉത്കണ്ഠയായും മാറുന്നതെന്ന് നീ അറിയുന്നില്ല. ശരീരം കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, മനസ്സ് പായുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ആത്മവിശ്വാസം മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു. ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ ആശങ്കയുടെ 95% മനസ്സിന്റെ വെറും കഥകളാണ്, സത്യമല്ല. ആത്മീയ തലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിന്റെ മനസ്സ് ആശങ്കയെ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ നിന്റെ എനർജി ചുരുങ്ങിപ്പോകുന്നു. പ്രപഞ്ചത്തിന്റെ ഒഴുക്കിൽ നിന്ന് നീ വിച്ഛേദിക്കപ്പെടുന്നു. ഭയത്തിൽ വിറയ്ക്കുന്ന ഒരു മനസ്സിലേക്ക് പ്രപഞ്ചം ഒരിക്കലും വ്യക്തതയയക്കില്ല. ഇതാണ് ആശങ്കയുടെ യഥാർത്ഥ വേര്. നമ്മൾ ഫലത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു, പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാനുള്ള ഇടം നൽകുന്നില്ല. ഏറ്റവും വലിയ സത്യം ഇതാണ്: ആശങ്ക നീ ഭയപ്പെടുന്ന കാര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു, എന്നാൽ സമർപ്പണം നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആശങ്കയെ എങ്ങനെ ഉപേക്ഷിക്കാമെന്നും പ്രപഞ്ചത്തിന്റെ വഴികാട്ടലിനെ എങ്ങനെ ഉള്ളിലേക്ക് അനുവദിക്കാമെന്നും ഇന്ന് നമ്മൾ പഠിക്കും. സമർപ്പണത്തിന്റെ പ്രപഞ്ച നിയമം ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ, കാരണം ഈ ഭാഗം നിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. സറണ്ടർ ചെയ്യുക എന്നാൽ തോൽവി സമ്മതിക്കലല്ല. സറണ്ടർ എന്നാൽ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ അനുവാദം നൽകലാണ്. നമ്മൾ മനുഷ്യർ ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാത്തിനെയും മുറുകെ പിടിച്ചുവെക്കുന്നു. പ്രശ്നത്തെ, ഭയത്തെ, ഫലത്തെ, നിയന്ത്രണത്തെ. നമ്മൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചം നമ്മളിൽ നിന്ന് അകന്നുപോകും. കാരണം പ്രപഞ്ചത്തിന് ആഴമേറിയ ഒരു നിയമമുണ്ട്: നീ എന്തിനെയാണോ നിർബന്ധപൂർവ്വം പിടിച്ചുവെക്കുന്നത് അത് നിന്നിൽ നിന്ന് അകന്നുപോകും. നീ എന്തിനെയാണോ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്നത് അത് നിന്റെ അടുത്തേക്ക് തിരികെ വരും. ഇത് വെറും ഫിലോസഫി മാത്രമല്ല, ഇത് ഊർജത്തിന്റെ ഏറ്റവും പഴയ നിയമമാണ്. എന്തുകൊണ്ടാണ് സറണ്ടർ ഇത്ര ശക്തമാകുന്നത്? കാരണം നീ സറണ്ടർ ചെയ്യുമ്പോൾ 3 വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, മനസ്സ് ശാന്തമാകുന്നു, ഉത്കണ്ഠ കുറയുന്നു, ആ ഇടത്തിലേക്ക് വ്യക്തത കടന്നുവരുന്നു. ആ ഇടത്തിലേക്കാണ് പ്രപഞ്ചം വഴികാട്ടുന്നത്. 2, എനർജി ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറുന്നു. ഭയം എന്നത് താഴ്ന്ന വൈബ്രേഷനാണ്, വിശ്വാസം എന്നത് ഉയർന്ന വൈബ്രേഷനാണ്. നീ വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ എനർജി ഉയരുന്നു. പ്രപഞ്ചം ഉയർന്ന വൈബ്രേഷനിൽ മാത്രമേ അത്ഭുതങ്ങൾ നൽകുകയുള്ളൂ. 3, ഒഴുക്കു തുടങ്ങുന്നു. നീ തടസ്സങ്ങൾ നീക്കുമ്പോൾ ഭയം കൊണ്ട് നീ ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്ന എനർജി ചലിക്കാൻ തുടങ്ങുന്നു. സറണ്ടർ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? കാരണം പ്രപഞ്ചം സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കില്ല, അനുവാദത്തിലാണ് പ്രവർത്തിക്കുന്നത്. യൂണിവേഴ്സ്, ഈ ആശങ്ക ഞാൻ അങ്ങേക്ക് തരുന്നു, എനിക്ക് വഴി കാണിച്ചു തരൂ എന്ന് നീ പറയുമ്പോൾ നിന്റെ എനർജി ഫീൽഡിൽ നിന്നൊരു സിഗ്നൽ പോകുന്നു: ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ആ നിമിഷം മുതൽ പരിഹാരങ്ങൾ, ആശയങ്ങൾ, ആളുകൾ, വഴികൾ എന്നിവ നിന്നെ തേടി വരാൻ തുടങ്ങുന്നു. ഓർത്തുവെക്കേണ്ട ഒരു വാചകം: പ്രപഞ്ചം പ്രതികരിക്കുകയല്ല, മറിച്ച് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അതായത് അത് നിന്റെ ഭയത്തോടല്ല, നിന്റെ വിശ്വാസത്തോടാണ് പ്രതികരിക്കുന്നത്. ആശങ്ക കൈമാറുമ്പോൾ എന്തു മാറുന്നു? നീ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി നിന്റെ ആശങ്കയും ഭയവും ആശയക്കുഴപ്പങ്ങളും പ്രപഞ്ചത്തിന് കൈമാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ 5 വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഈ മാറ്റങ്ങൾ പുറമേ കണ്ടെന്നു വരില്ല, പക്ഷേ ഉള്ളിൽ നിന്ന് അത് നിന്റെ ലോകത്തെ മുഴുവനായി മാറ്റും. 1, മനസ്സ് ഭാരം കുറഞ്ഞതാകുന്നു. ആദ്യം നീ അനുഭവിക്കുക ഒരു ലഘുത്വമാണ്, ഒരു സമാധാനം, വലിയൊരു ആശ്വാസം. നെഞ്ചിൽ നിന്ന് വലിയൊരു കല്ലെടുത്തു മാറ്റിയതുപോലെ. കാരണം ആ ഉത്തരവാദിത്തം ഇനി നിന്റേതു മാത്രമല്ല, പ്രപഞ്ചം കൂടി അതിൽ പങ്കുചേരുന്നു. 2, ചിന്തകൾ തെളിയുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ തലച്ചോറിൽ വ്യക്തത വരുന്നു. ആശങ്കയുടെ പുകമറയിൽ ഒളിഞ്ഞിരുന്ന പരിഹാരങ്ങളെ നീ പെട്ടെന്ന് കാണാൻ തുടങ്ങുന്നു. ആശങ്ക ഇരുട്ടാണ്, സറണ്ടർ വെളിച്ചമാണ്. വെളിച്ചം വരുമ്പോൾ വഴികൾ തെളിയും. 3, എനർജി മാറുന്നു. ഭയത്തിന്റെ ഫ്രീക്വൻസി ഏറ്റവും താഴെയാണ്, വിശ്വാസത്തിന്റെ ഫ്രീക്വൻസി ഏറ്റവും മുകളിലും.
നീ വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ എനർജി ഫീൽഡ് ഉയരുന്നു. ശരിയായ ആളുകളെയും അവസരങ്ങളെയും വഴികാട്ടലിനെയും നീ ആകർഷിക്കാൻ തുടങ്ങുന്നു. 4. അന്തർബോധം ഉണരുന്നു. ആശങ്കയുള്ള മനസ്സ് ശാന്തമാകുമ്പോൾ നിന്റെ ഉള്ളിലെ ശബ്ദം ഉച്ചത്തിലാകുന്നു. അസാധ്യമെന്ന് തോന്നിയിരുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. നിന്റെ ഗട്ട് ഫീലിംഗ് മൂർച്ചയുള്ളതാകും. ഇവിടെ നിന്നാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. 5. അത്ഭുതങ്ങൾ തുടങ്ങുന്നു. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. പ്രപഞ്ചം നിനക്കുവേണ്ടി പണി തുടങ്ങുന്നു. ചിലപ്പോൾ ഒരു അവസരം ലഭിക്കുന്നു, ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, ചിലപ്പോൾ ഒരു സന്ദേശം, ഒരു വഴി അല്ലെങ്കിൽ ഒരു പരിഹാരം. ചിലപ്പോൾ കാര്യങ്ങൾ തനിയെ ശരിയാകുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നീ ചിന്തിക്കും. പ്രപഞ്ചം പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നീ വിട്ടുകൊടുത്തതുകൊണ്ട്. ഓർക്കുക, സറണ്ടർ ചെയ്തതിനു ശേഷം കാര്യങ്ങൾ എളുപ്പമാകുകയല്ല, മറിച്ച് വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. നിന്റെ മനസ്സ് വ്യക്തം, എനർജി വ്യക്തം, വഴി വ്യക്തം. നിയന്ത്രണം എന്ന മായ. ഇനി നമ്മൾ മിക്ക ആളുകളും കുടുങ്ങിപ്പോകുന്ന, ജീവിതം മുഴുവൻ കുരുങ്ങിക്കിടക്കുന്ന ആ സ്ഥലത്തേക്ക് വരികയാണ്. നിയന്ത്രണം എന്ന മായ. നമ്മൾ മനുഷ്യർ കരുതുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും മുറുകെ പിടിച്ച് ഓരോ ഘട്ടവും നിയന്ത്രിച്ച് ഫലങ്ങളെ നിർബന്ധിച്ച് നടപ്പിലാക്കിയാൽ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് നടക്കും എന്നാണ്. എന്നാൽ സത്യമിതാണ്, നിയന്ത്രണം ഒരു മായയാണ്. അതൊരു കപട സുരക്ഷയാണ്, ഒരു മാനസിക കെണിയാണ്. 1. എന്തിനാണ് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? ഭയം കാരണം. എന്തെങ്കിലും തെറ്റായി പോകുമോ എന്ന ഭയം. എനിക്ക് താങ്ങാൻ പറ്റില്ലേ എന്ന ഭയം. ഭാവി ഇരുളടഞ്ഞതാകുമോ എന്ന ഭയം. ഈ ഭയത്തെ തടയാൻ നമ്മൾ നിയന്ത്രണത്തിന്റെ കയർ കൂടുതൽ മുറുക്കി പിടിക്കുന്നു. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, എത്ര മുറുക്കി പിടിക്കുന്നുവോ അത്രയും കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു. 2. നിയന്ത്രണം എന്നാൽ ഉത്കണ്ഠ. നിയന്ത്രിക്കുക എന്നാൽ കാര്യങ്ങൾ ശരിയാകും എന്നല്ല അർത്ഥം. ഓരോ നിമിഷവും ഭയത്തിൽ ജീവിക്കുക എന്നാണ് അർത്ഥം. എല്ലാത്തിലും സംശയം, എല്ലാത്തിലും സമ്മർദ്ദം. നിയന്ത്രണം നിനക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല, അത് നിന്നെ തളർത്തിക്കളയുന്നു. ഈ തളർച്ചയാണ് ഉത്കണ്ഠയുടെ പ്രധാന കാരണം. 3. സത്യമെന്താണ്? ഫലത്തെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ആരെ കണ്ടുമുട്ടണം, എപ്പോൾ കണ്ടുമുട്ടണം, ഏതവസരം എപ്പോൾ വരണം, ഏതു വാതിൽ തുറക്കണം, ഇതെല്ലാം നിന്റെ കയ്യിലല്ല. ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ സമയക്രമത്തിലാണ് നടക്കുന്നത്. നിന്റെ നിയന്ത്രണം ഇത്രമാത്രമാണ്, നിന്റെ പരിശ്രമം ഫലമല്ല. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞതും ഇതാണ്, കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. 4. നിയന്ത്രണം വിടുക എന്നാൽ പ്രപഞ്ചത്തിന് അവസരം നൽകുക. നീ നിയന്ത്രണം വിടുമ്പോൾ മാത്രമാണ് പ്രപഞ്ചത്തിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ഇടം ലഭിക്കുന്നത്. സങ്കൽപ്പിക്കുക, നിന്റെ കൈമുഷ്ടി അടച്ചുപിടിച്ചിരിക്കുകയാണെങ്കിൽ നിനക്ക് ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ അത് തുറക്കുമ്പോൾ പ്രപഞ്ചത്തിന് അതിൽ അനുഗ്രഹങ്ങൾ വെച്ചുതരാൻ കഴിയും. നിയന്ത്രണം വിടുക എന്നാൽ തോൽക്കുക എന്നല്ല, പ്രപഞ്ചത്തെ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. 5. ഒരു വലിയ സത്യം. നിയന്ത്രണം നിന്റെ ഈഗോ ആഗ്രഹിക്കുന്നതാണ്, സമർപ്പണം നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതാണ്. ഈഗോ പറയും, എനിക്കെല്ലാം ശരിയാക്കാൻ പറ്റും. സോൾ പറയും, പ്രപഞ്ചം എന്റെ കൂടെയുണ്ട്. ആത്മാവിന്റെ ആ ശബ്ദം കേൾക്കുന്ന ദിവസം മുതൽ ജീവിതം മാറാൻ തുടങ്ങും. വിട്ടുകൊടുക്കാനുള്ള സാങ്കേതികവിദ്യ. ഇനി നമ്മൾ നിന്റെ യഥാർത്ഥ മാറ്റം തുടങ്ങുന്ന ഭാഗത്തേക്ക് വരികയാണ്. കാരണം ആശങ്ക മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം പോകില്ല, അത് കളയണം. ഇത് ഒറ്റത്തവണത്തെ കാര്യമല്ല, ഇതൊരു പ്രക്രിയയാണ്. ലോകത്തിലെ എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളിലും തെറാപ്പികളിലും പറയുന്ന ലളിതമായ 3 സ്റ്റെപ്പ് പ്രോസസ് ഞാൻ പറഞ്ഞുതരാം. ഘട്ടം 1. തിരിച്ചറിയുക, ഏത് ആശങ്കയാണ് നിന്നെ തിന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക ആളുകൾക്കും ആശങ്ക കളയാൻ പറ്റാത്തത് അവർക്ക് എന്തിനെക്കുറിച്ചാണ് ടെൻഷൻ എന്നറിയാത്തതുകൊണ്ടാണ്. ആദ്യം കണ്ണടച്ച് ശ്വാസമെടുത്ത് സ്വയം ചോദിക്കുക, എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഭയം എന്താണ്? എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ആ കാര്യമെന്താണ്? വാക്കുകൾ വേണ്ട, ആ വികാരത്തെ പിടിക്കുക. നീ നാളുകളായി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭയം, അതിനെ തിരിച്ചറിയുക, അതിനൊരു പേര് നൽകുക. പേര് വിളിച്ചാൽ ഭയത്തിന്റെ ശക്തി പകുതിയാകും. ഘട്ടം 2. അംഗീകരിക്കുക, അതെ, ഞാൻ ഇതിലൂടെ കടന്നുപോകുന്നു. നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ തടസ്സം നമ്മൾ നമ്മുടെ ഉത്കണ്ഠയെ അംഗീകരിക്കുന്നില്ല എന്നതാണ്. നമ്മൾ അതിനെ ഒളിപ്പിക്കുന്നു, അവഗണിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം നോർമലാണെന്ന് അഭിനയിക്കുന്നു. ഓർക്കുക, അംഗീകരിക്കാത്ത ഒന്നിനെ നിനക്ക് മോചിപ്പിക്കാൻ കഴിയില്ല. അംഗീകരിക്കുക എന്നാൽ തോൽവി സമ്മതിക്കലല്ല. ഇതെനിക്ക് സംഭവിക്കുന്നുണ്ട്, അത് അനുഭവിക്കാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു എന്ന് പറയലാണ്. ഇത് നിന്റെ ഉള്ളിൽ വലിയൊരു ഇമോഷണൽ റിലീസ് തുടങ്ങും. നാഡീവ്യൂഹം റിലാക്സ് ആകും. ഇവിടെയാണ് ഹീലിംഗ് തുടങ്ങുന്നത്. ഘട്ടം 3. വിട്ടുകൊടുക്കുക. ഇനി ഇത് പ്രപഞ്ചത്തിന് കൈമാറാം. ഇതാണ് യഥാർത്ഥ നിമിഷം. ഒരു ദീർഘശ്വാസമെടുക്കുക. ആ ആശങ്ക ഒരു കറുത്ത പുകയായോ ഭാരമുള്ള കല്ലായോ നിന്റെ നെഞ്ചിൽ നിന്നുയരുന്നതായി സങ്കൽപ്പിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, യൂണിവേഴ്സ്, ഈ ആശങ്ക ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇനി ബാക്കി അങ്ങയുടെ കൈകളിലാണ്. റിലീസ് ചെയ്യുക എന്നാൽ ഫലത്തെക്കുറിച്ചുള്ള വാശി കളയലാണ്, വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യലാണ്. ആ നിമിഷം നിന്റെ ശരീരത്തിൽ ഒരു വലിയ സമാധാനം പടരും. പ്രപഞ്ചം പറയുന്നത് പോലെ, ഇനി ഞാൻ നോക്കിക്കോളാം. ഹൃദയ ശുദ്ധീകരണ ധ്യാനം. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും ശക്തമായ ഭാഗത്തേക്ക് കടക്കാം. നിന്റെ ഹൃദയത്തെ ഭാരവിമുക്തമാക്കാനും എനർജിയെ ശുദ്ധീകരിക്കാനും ആശങ്കയെ പ്രപഞ്ചത്തിൽ അലിയിക്കാനുമുള്ള ഒരു ഹാർട്ട് റിലീസ് മെഡിറ്റേഷൻ. ഇതൊരു എനർജി ക്ലീൻസിംഗ് ആണ്. തയ്യാറാണോ? പതുക്കെ ശ്വാസമെടുത്ത് നമുക്ക് തുടങ്ങാം. 1. ശ്വാസത്തിലൂടെയുള്ള മോചനം.
കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. തോളുകൾ അയച്ചിടുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക. എന്നിട്ട് പതുക്കെ പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലും ടെൻഷൻ ഉരുകിപ്പോകുന്നു. 3 തവണ കൂടി ഇങ്ങനെ ചെയ്യുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ സമാധാനം, പുറത്തേക്ക് വിടുമ്പോൾ ആശങ്കയുടെ മോചനം. 2. ഹൃദയബന്ധം. ശ്രദ്ധ നിന്റെ നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. നിന്റെ ഹൃദയത്തിന്റെ മധ്യത്തിൽ ഇളം ചൂടുള്ള ഒരു സ്വർണ്ണ വെളിച്ചം കത്തുന്നതായി സങ്കൽപ്പിക്കുക. അത് നിന്റെ ആത്മാവിന്റെ വെളിച്ചമാണ്. ശ്വാസമെടുക്കുമ്പോൾ വെളിച്ചം കൂടുന്നു. ശ്വാസം വിടുമ്പോൾ വെളിച്ചം ശരീരം മുഴുവൻ നിറയുന്നു. ഇത് നിന്റെ ആശങ്കയെ അലിയിക്കുന്നു. 3. ആശങ്കയെ പുറന്തള്ളൽ. നിന്നെ ഏറ്റവും അലട്ടുന്ന പ്രശ്നത്തെ സങ്കൽപ്പിക്കുക. അതൊരു വ്യക്തിയാകാം, ഭയമാകാം, കടമാകാം, എന്തുമാകാം. അതിനെ ഒരു ചെറിയ കറുത്ത ഊർജ്ജമായി ഹൃദയത്തിന്റെ മധ്യത്തിൽ കാണുക. ശ്വാസത്തോടൊപ്പം ഈ കറുത്ത ഊർജ്ജം ഹൃദയത്തിൽ നിന്ന് തൊണ്ടയിലേക്കും അവിടെ നിന്ന് തലയിലേക്കും തലയുടെ മുകളിൽ നിന്ന് പുറത്തേക്കും പോകുന്നതായി സങ്കൽപ്പിക്കുക. നിന്റെ ഉള്ളിലെ ഭാരം പോകുന്നു. 4. പ്രപഞ്ചത്തിന് സമർപ്പിക്കൽ. ആ കറുത്ത ഊർജ്ജം നിന്റെ തലയ്ക്ക് മുകളിൽ മേഘം പോലെ നിൽക്കുന്നത് കാണുക. എന്നിട്ട് മനസ്സിൽ പറയുക, യൂണിവേഴ്സ്, ഈ ആശങ്ക ഇനി നിന്റേതാണ്. ഞാൻ സ്വതന്ത്രനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് തിളങ്ങുന്ന നീല വെളിച്ചം വന്ന് ആ കറുത്ത ഊർജ്ജത്തെ വലിച്ചെടുത്ത് ഇല്ലാതാക്കുന്നത് കാണുക. ഇപ്പോൾ അത് നിന്റേതല്ല. 5. ഹൃദയത്തിൽ വെളിച്ചം. പ്രപഞ്ചം നിന്റെ ഹൃദയത്തിലേക്ക് സമാധാനത്തിന്റെ വെളുത്ത വെളിച്ചം നിറയ്ക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ വെളിച്ചം പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. എല്ലാം ശരിയാകും. നീ സുരക്ഷിതനാണ്. 6. അഫർമേഷൻ. ഹൃദയത്തിൽ കൈവച്ച് പറയുക, ഞാൻ വിട്ടുകൊടുക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രപഞ്ചത്തിൽ സമർപ്പിക്കുന്നു. എല്ലാം ശരിയാകും. 7. തിരികെ വരിക. പതുക്കെ ശ്വാസം സാധാരണ നിലയിലാക്കുക. കൈവിരലുകൾ അനക്കുക. തോന്നുമ്പോൾ കണ്ണുകൾ തുറക്കുക. നീ ഇപ്പോൾ ശാന്തനാണ്. നിന്റെ ആശങ്ക പ്രപഞ്ചത്തിന്റെ കൈകളിലാണ്. പ്രപഞ്ചം എങ്ങനെ മറുപടി നൽകുന്നു? നീ ആശങ്ക വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഇനി എങ്ങനെ അറിയാം പ്രപഞ്ചം അത് കേട്ടു എന്ന്? ഇതാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്ന സ്ഥലം. 1. അടയാളങ്ങൾ. പ്രപഞ്ചം നേരിട്ട് സംസാരിക്കില്ല, ലക്ഷണങ്ങളിലൂടെ സംസാരിക്കും. 111, 222, 777 തുടങ്ങിയ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുക. അല്ലെങ്കിൽ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പാട്ടിലൂടെയോ വരികളിലൂടെയോ അല്ലെങ്കിൽ അപരിചിതനായ ഒരാളിലൂടെയോ ലഭിക്കുക. ഞാൻ കേട്ടു, ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രപഞ്ചം പറയുന്ന രീതിയാണിത്. 2. മനസ്സമാധാനം. സറണ്ടർ ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്നൊരു വലിയ സമാധാനം തോന്നും. കാരണമില്ലാത്ത ഒരു ആശ്വാസം. പ്രപഞ്ചം മന്ത്രിക്കുന്ന നിമിഷമാണത്. ഇനി ഇത് എന്റെ ചുമതലയാണ്, നീ ഒഴുക്കിൽ നിൽക്കൂ. 3. വഴികൾ തെളിയുന്നു. അടഞ്ഞുകിടന്ന വാതിലുകൾ നിശബ്ദമായി തുറക്കാൻ തുടങ്ങുന്നു. ഒരു കോൾ, ഒരു അവസരം, മുടങ്ങിക്കിടന്ന കാര്യം പെട്ടെന്ന് നടക്കുക. അത്ഭുതങ്ങൾ ശബ്ദമുണ്ടാക്കി വരില്ല, പക്ഷേ അവ സത്യമാണ്. 4. അന്തർബോധം ശക്തമാകുന്നു. എന്തു ചെയ്യണം, ആരോട് സംസാരിക്കണം, ഏതു വഴിക്ക് പോകണം എന്ന് വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങുന്നു. ആശയക്കുഴപ്പം മാറി വ്യക്തത വരുന്നു. 5. ദിവ്യമായ സമയം. എല്ലാം കൃത്യസമയത്ത് നടക്കുന്നു. വൈകിയെന്ന് നിനക്ക് തോന്നാം, പക്ഷേ അതാണ് കൃത്യമായ സമയം. സമർപ്പണത്തിന്റെ നിമിഷം. പ്രശ്നം വലുതാകുമ്പോഴല്ല മനുഷ്യൻ തകരുന്നത്, താൻ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോഴാണ്. എന്നാൽ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് നീ ഒരൊറ്റ കാര്യം ചെയ്യാനാണ്, സമർപ്പിക്കുക. നിന്റെ തോളുകൾ ഭയം ചുമക്കാനുള്ളതല്ല, വെളിച്ചം ചുമക്കാനുള്ളതാണ്. സങ്കൽപ്പിക്കുക, നിന്റെ മുന്നിൽ പ്രപഞ്ചത്തിന്റെ ഒരു വാതിൽ തുറക്കുന്നു. അതിനുള്ളിൽ വെളിച്ചമാണ്. ആ വെളിച്ചം പറയുന്നു, നിന്നെ വേദനിപ്പിക്കുന്നതെന്തും എനിക്ക് തരൂ. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയിലേക്കുള്ള ഭയം എല്ലാം ആ വെളിച്ചത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുക. ഓർക്കുക, നീ സ്റ്റിയറിംഗ് വീൽ പിടിച്ചിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നിനക്ക് എളുപ്പവഴികൾ തരാൻ കഴിയില്ല. നീ സറണ്ടർ ചെയ്യുമ്പോൾ 10 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം 10 ദിവസം കൊണ്ട് നടക്കാൻ തുടങ്ങും. ഇപ്പോൾ പതുക്കെ പറയൂ, യൂണിവേഴ്സ്, ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ആശങ്കകൾ ഏറ്റെടുക്കൂ. എനിക്ക് വഴി കാണിച്ചു തരൂ. പ്രപഞ്ചത്തിന്റെ ഉറപ്പ്. നീ എല്ലാം വിട്ടുകൊടുത്തു കഴിയുമ്പോൾ പ്രപഞ്ചം തരുന്ന വലിയൊരു ഉറപ്പുണ്ട്, നിനക്ക് മോശമായി ഒന്നും സംഭവിക്കില്ല. സങ്കൽപ്പിക്കുക, നീ കടൽത്തീരത്ത് നിൽക്കുന്നു. തിരമാലകൾ വന്ന് നിന്റെ ഓരോ ആശങ്കകളെയും കൊണ്ടുപോകുന്നു. നീ ഇപ്പോൾ ശുദ്ധമാണ്. നിന്റെ ചുറ്റും ഒരു സ്വർണ്ണ കവചം ഉള്ളതായി കാണുക. ഓരോ നെഗറ്റീവ് എനർജിയും ഇതിനു പുറത്തു നിൽക്കുന്നു. പ്രപഞ്ചം പറയുന്നു, നീ വിഷമിക്കേണ്ട, നിന്റെ കർമ്മം ചെയ്യൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ വാചകം പറയൂ, ഞാൻ സുരക്ഷിതനാണ്, എന്നെ സംരക്ഷിക്കുന്നുണ്ട്. പ്രപഞ്ചമെല്ലാം നോക്കുന്നുണ്ട്. നിയന്ത്രണം വിടുക. മനുഷ്യൻ എത്രത്തോളം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അവന്റെ ഉത്കണ്ഠ കൂടുന്നു. പ്രപഞ്ചം പറയുന്നു, നിയന്ത്രണം നിന്റെ തോന്നലാണ്, ഒഴുക്കാണ് സത്യം. എന്താണ് നീ നിർബന്ധപൂർവം പിടിച്ചുവച്ചിരിക്കുന്നത്? ഭാവിയാണോ, പണമാണോ, ബന്ധമാണോ? നിന്റെ കൈമുഷ്ടിയിൽ ഇവയെല്ലാം ഇറുക്കിപ്പിടിച്ചിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. അത് വേദനയുണ്ടാക്കുന്നു. ഇനി പതുക്കെ ആ കൈ തുറക്കൂ. കൈ തുറക്കുമ്പോൾ പ്രപഞ്ചം അതിൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കാൻ തുടങ്ങുന്നു. മുഷ്ടി തുറക്കുമ്പോൾ നീ ഒന്നും നഷ്ടപ്പെടുത്തുകയല്ല, പ്രപഞ്ചത്തെ വിശ്വസിക്കുകയാണ്. പറയൂ, ഞാൻ നിയന്ത്രണം വിടുന്നു. ഞാൻ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനെ വിശ്വസിക്കുന്നു. പ്രപഞ്ചം ജീവിതത്തെ ക്രമീകരിക്കുന്നത് നീ സറണ്ടർ ചെയ്യുമ്പോൾ പ്രപഞ്ചം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങും. അത് പതുക്കെയാണ് സംഭവിക്കുക. 1. എനർജി ക്ലീൻ ചെയ്യുന്നു. നിനക്ക് ദോഷം ചെയ്യുന്ന ആളുകൾ, സാഹചര്യങ്ങൾ,
ശീലങ്ങൾ എന്നിവ പതുക്കെ നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങുന്നു. 2. പുതിയ വഴികൾ. നീ ചിന്തിക്കാത്ത അവസരങ്ങൾ മുന്നിൽ വരുന്നു. പ്രപഞ്ചം നിനക്ക് രഹസ്യ എളുപ്പവഴികൾ നൽകുന്നു. 3. ശരിയായ ആളുകൾ. നിന്റെ എനർജി ശുദ്ധമാകുമ്പോൾ ശരിയായ ആളുകൾ കാന്തം പോലെ നിന്നെ തേടിവരുന്നു. 4. എല്ലാം എളുപ്പമാകുന്നു. മുൻപ് കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പത്തിൽ നടക്കുന്നു. പ്രപഞ്ചം നിന്റെ കൈപിടിച്ച് നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന സമയമാണിത്. 5. അത്ഭുതങ്ങൾ. ചെറിയ അത്ഭുതങ്ങളിൽ തുടങ്ങി ജീവിതം മാറ്റിമറിക്കുന്ന വലിയ അത്ഭുതങ്ങളിലേക്ക് നീ എത്തുന്നു. നിർബന്ധിക്കുന്നത് നിർത്തുക. ജീവിതം എപ്പോഴാണ് കടുപ്പമാകുന്നത്? നമ്മൾ കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ്. സ്വപ്നം വേഗത്തിൽ നടക്കാൻ ആരെയെങ്കിലും പിടിച്ചു നിർത്താൻ നിർബന്ധിക്കുന്നത് നിർത്തൂ. മാജിക് തുടങ്ങും. ഒരു പുഴയുടെ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ നീ തളരും. ഒഴുക്കിനൊപ്പം നീങ്ങിയാൽ നീ ലക്ഷ്യസ്ഥാനത്തെത്തും. നീ നിർബന്ധിക്കുന്നത് നിർത്തുമ്പോൾ 1. വ്യക്തത വരുന്നു. 2. അവസരങ്ങൾ നിന്നെ തേടി വരുന്നു. 3. ബന്ധങ്ങൾ സ്വാഭാവികമാകുന്നു. നിനക്കുള്ളത് നിന്നിൽ നിന്ന് പോകില്ല. 4. ഉള്ളിൽ സമാധാനം വരുന്നു. ഒരു പുഞ്ചിരിയോടെ പറയൂ, ഞാൻ നിർബന്ധിക്കുന്നത് നിർത്തുന്നു. ഞാൻ അനുവദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒഴുകുന്നു. കാണാത്തതിനെ വിശ്വസിക്കുക. കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് ആത്മീയതയുടെ ശക്തി വരുന്നത്. നീ കാണുന്ന ലോകം വെറും 1% മാത്രമാണ്. ബാക്കി മുഴുവൻ എനർജിയാണ്. ഏതൊരു അത്ഭുതവും ആദ്യം എനർജിയിലാണ് രൂപപ്പെടുന്നത്, പിന്നീടാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് നീ പറയുമ്പോൾ സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിനക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഒരു ഇരുട്ടുമുറിയിൽ അടുത്ത വാതിൽ കാണുന്നില്ലെങ്കിലും അതവിടെയുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെയാണിത്. ഈ വാചകം പറയൂ, എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും നല്ലത് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രപഞ്ചം ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. പ്രപഞ്ചം ഒരിക്കലും നോ പറയില്ല. നീ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് 3 മറുപടികളെ പ്രപഞ്ചം തരൂ. 1. അതെ, ഇത് നിനക്കുള്ളതാണ്, ഇപ്പോൾ തന്നെ എടുത്തോളൂ. നീ അതിന് അർഹനാകുമ്പോൾ ഇത് സംഭവിക്കുന്നു. 2. അതെ, പക്ഷേ ഇപ്പോൾ അല്ല, നീ അതിനായി തയ്യാറായിട്ടില്ല. പ്രപഞ്ചം നിന്നെ ഒരുക്കുകയാണ്. ഈ കാലതാമസം ശിക്ഷയല്ല, തയ്യാറെടുപ്പാണ്. 3. അതെ, പക്ഷേ ഇതിലും മികച്ചത് വരുന്നുണ്ട്. ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്നത് നടക്കില്ല. കാരണം പ്രപഞ്ചം നിനക്കായി അതിലും വലിയത് കരുതി വെച്ചിട്ടുണ്ട്. ഒരു ജോലി പോയത്, ഒരു ബന്ധം തകർന്നത്, ഇതെല്ലാം നിന്നെ കൂടുതൽ നല്ലതിലേക്ക് എത്തിക്കാനാണ്. പ്രപഞ്ചം നിഷേധിക്കുകയല്ല, പകരം വെക്കുകയാണ്. മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ. നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ ഇതാ. 1. കാര്യങ്ങൾ പെട്ടെന്ന് തകരുകയോ അവസാനിക്കുകയോ ചെയ്യുന്നു. പഴയ വാതിലുകൾ അടയുന്നത് പുതിയത് തുറക്കാനാണ്. 2. ഒരേ നമ്പറുകൾ 111, 222, 555 വീണ്ടും വീണ്ടും കാണുന്നു. 555 എന്നാൽ വലിയ മാറ്റം വരുന്നു എന്നാണ്. 3. നീ ഒറ്റയ്ക്കായി പോകുന്നു. ഇത് ഏകാന്തതയല്ല, ഇത് ഉയർച്ചയാണ്. 4. ഉള്ളിൽ നിന്ന് ഒരു വിളി തോന്നുന്നു. ജീവിതത്തിൽ എന്തോ മാറ്റം വേണമെന്ന് തോന്നുന്നു. 5. പഴയ ഭയങ്ങൾ ഇല്ലാതാകുന്നു. 6. ജീവിതം പെട്ടെന്ന് വേഗത്തിലാകുകയോ അല്ലെങ്കിൽ തീർത്തും ശാന്തമാകുകയോ ചെയ്യുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നീ തയ്യാറായിക്കോളൂ. പ്രപഞ്ചം നിന്നെ പുതിയൊരു അധ്യായത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രപഞ്ചത്തിന്റെ പരീക്ഷ. ചിലപ്പോൾ പ്രപഞ്ചം നിന്നെ പരീക്ഷിക്കും. നീ നന്ദി പറയുന്നു, അഫർമേഷൻസ് ചെയ്യുന്നു, പക്ഷേ പെട്ടെന്നൊരു ദിവസം എല്ലാം താളം തെറ്റുന്നു. ഇതാണ് പരീക്ഷ. മോശം സമയത്ത് നീ പഴയതുപോലെ പരാതി പറയുമോ അതോ നന്ദി പറയുമോ എന്ന് പ്രപഞ്ചം നോക്കുന്നു. ആ കഷ്ടപ്പാടിന്റെ സമയത്തും നന്ദി യൂണിവേഴ്സ്, ഇതും എന്റെ നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ സ്വപ്നങ്ങളുടെ വാതിൽ തുറക്കപ്പെടും. നീ പരാതി പറയുമ്പോൾ പഴയ ആളാകുന്നു. നന്ദി പറയുമ്പോൾ നീ പുതിയ ആളാകുന്നു. നന്ദി വിധി മാറ്റുമ്പോൾ ഒരു ചെറിയ നന്ദി നിന്റെ വിധി മാറ്റും. നന്ദി എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു അനുവാദമാണ്. അനുഗ്രഹങ്ങൾ വരാനുള്ള അനുവാദം. പ്രശ്നങ്ങൾ നിന്നെ ശിക്ഷിക്കാനല്ല, നിന്നെ ഒരുക്കാനാണ്. ആ ഒരുക്കത്തിന്റെ സമയത്തും നന്ദി പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് നീ നൽകുന്നത്. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, പരാതിയിൽ നിന്ന് നന്ദിയിലേക്ക് മാറുന്ന ആ നിമിഷം നിന്റെ വിധി മാറും. ഇന്നു മുതൽ എല്ലാത്തിനും നന്ദി പറയൂ, ചെറിയ സന്തോഷങ്ങൾക്കും ചെറിയ പ്രശ്നങ്ങൾക്കും. കാരണം നന്ദി വിധിയെ മാറ്റിയെഴുതുന്നു. നീ ഇവിടെ വരെ ഇത് കേട്ടെങ്കിൽ പ്രപഞ്ചം നിന്നെ ഈ വീഡിയോയിലേക്ക് എത്തിച്ചത് ഒരു കാരണത്താലാണ്. ഈ എനർജി നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ ആത്മാർത്ഥമായി താങ്ക് യു യൂണിവേഴ്സ് എന്നെഴുതുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഓരോ ദിവസവും പ്രപഞ്ചം നിന്റെ ജീവിതം മാറ്റാനുള്ള സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും.